മന്ത്രിസഭയിൽ 2 മന്ത്രിസ്ഥാനം എന്നുള്ള നിലപാട് ഉറച്ച കേരള കോൺഗ്രസും നിൽക്കുകയാണ്. ഒരു മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് സ്ഥാനവും നൽകാമെന്നുള്ള കോൺഗ്രസ് നിലപാട് അംഗീകരിക്കില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ജലവിഭവം, കൃഷി വകുപ്പുകൾ നൽകാമെന്ന നിർദ്ദേശവും തള്ളി പ്രധാന വകുപ്പുകൾ തന്നെ വേണമെന്നാണ് ആവശ്യം. തർക്കം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് വീണ്ടും ഉഭയകക്ഷി ചർച്ച നടക്കും. ലേബി സജീന്ദ്രൻ ചേരുന്നു. ലേബി, ഈ ജോസഫ് ഗ്രൂപ്പിനെയും മാണി വിഭാഗത്തെയും മാണി സി കാപ്പനെയും ഒക്കെ ഒരു ടേം വ്യവസ്ഥയിൽ ഉൾപ്പെടുത്താനുള്ള ഒരു ആലോചനയാണ് ഉള്ളത്. ഉഭയകക്ഷി ചർച്ചകളിൽ ഇന്നൊരു തീരുമാനമാക്കണമല്ലോ അല്ലേ? പ്രത്യേകിച്ച് വകുപ്പുകൾ സംബന്ധിച്ച് തന്നെ അവർക്ക് അവരുടേതായ ആവശ്യമുണ്ട്. അത് കോൺഗ്രസ് അംഗീകരിക്കുമോ? റോഷ്നി ഷിഹാസ്, വളരെ സങ്കീർണമായി തന്നെ കേരള കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നലെ 2 വട്ടം ചർച്ച നടത്തിയിട്ടും ഇത് സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല. കേരള കോൺഗ്രസ് ആകട്ടെ തങ്ങൾക്ക് 2 മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ട് എന്നുള്ള നിലപാടിൽ ഉറപ്പിച്ചു നിൽക്കുകയാണ്. ആ നിലപാട് കടുപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്നലെ രാത്രി വൈകി നടന്ന ചർച്ചയിലും ഈ തീരുമാനം തന്നെ ഇന്നത്തെ ഉഭയകക്ഷി ചർച്ചയിൽ മുന്നോട്ട് വയ്ക്കണമെന്ന് തന്നെയാണ് കേരള കോൺഗ്രസ് നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുപ്രകാരം ഇന്ന് രാവിലെ നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ 2 മന്ത്രിസ്ഥാനത്തിൽ നിന്ന് പിന്നാക്കം പോകില്ല എന്നുള്ള കാര്യം തന്നെ കേരള കോൺഗ്രസ് പറയും എന്നുള്ള കാര്യം ഉറപ്പാണ്. കേരള കോൺഗ്രസ് പറയുന്ന കാര്യം ഇതാണ്. അതായത് ഒരു MLA ഉള്ള കക്ഷിക്ക് പോലും ഇത്തരത്തിൽ മന്ത്രിസ്ഥാനം നൽകുന്ന സാഹചര്യത്തിൽ മത്സരിച്ച 8 മണ്ഡലങ്ങളിൽ 7 വിജയിച്ച തങ്ങൾക്ക് 2 മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ട്. അതൊരു സ്വാഭാവിക നീതിയാണ് എന്ന് കേരള കോൺഗ്രസ് പറയുന്നു. ആ ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മന്ത്രിസ്ഥാനവും ഒരു ചീഫ് സ്ഥാനവും കേരള കോൺഗ്രസിന് നൽകാം എന്നുള്ള നിലപാടിൽ കോൺഗ്രസും ഉറച്ചു നിൽക്കുന്നു. ഏതായാലും ഇന്ന് രാവിലെ തന്നെ ഉഭയകക്ഷി ചർച്ച ഉണ്ടായിരിക്കും കേരള കോൺഗ്രസുമായി. ആ ചർച്ചയിലാണ് തീരുമാനം ഉണ്ടാവുക. കേരള കോൺഗ്രസ് ഉണ്ടായിരിക്കുന്ന മറ്റൊരു അതൃപ്തി, പ്രധാനപ്പെട്ട വകുപ്പുകൾ ഏതെങ്കിലും തങ്ങൾക്ക് വേണം എന്ന് ഇന്നലെ തന്നെ അവർ ആവശ്യമുന്നയിച്ചിരുന്നു. ആദ്യഘട്ട ചർച്ചയിൽ തന്നെ അതിൽ റവന്യൂവും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പൊതുമരാമത്തും ഒക്കെ ചോദിച്ചുവെങ്കിലും റവന്യൂ കോൺഗ്രസിന്റെ കയ്യിലിരിക്കുന്നു. അതുമാത്രമല്ല, പൊതുമരാമത്ത് ലീഗ് കൈകാര്യം ചെയ്യുന്നു. രണ്ടും കൊടുക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ മറ്റു പ്രധാനപ്പെട്ട ഏതെങ്കിലും വകുപ്പ് വേണമെന്നാണ് കേരള കോൺഗ്രസിന്റെ ആവശ്യം. എന്നാൽ ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നത് കൃഷിയും അതുപോലെ തന്നെ ജലവിഭവവും നൽകാമെന്നുള്ള കാര്യമാണ്. ഈ 2 വകുപ്പുകളും, ജലവിഭവമാകട്ടെ കഴിഞ്ഞ 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അന്ന് മന്ത്രിയായിരുന്ന PJ ജോസഫ് വഹിച്ചിരുന്ന വകുപ്പാണ്. അത്തരത്തിൽ ആ വകുപ്പ് നൽകാമെന്ന് പറഞ്ഞെങ്കിലും ജലവിഭവവും കൃഷിയും തൽക്കാലം എടുക്കാനാകില്ല, കുറച്ചുകൂടി പ്രധാനപ്പെട്ട വകുപ്പ് വേണം എന്നുള്ള കാര്യം വകുപ്പ് വിഭജന ചർച്ചയിലും ഇങ്ങനെ പറയുന്നു. ഏതായാലും ഈ തർക്കത്തിൽ തട്ടി നിൽക്കുകയാണ് ഉഭയകക്ഷി ചർച്ച. ഇന്ന് രാവിലെ നടക്കുന്ന ചർച്ചയിൽ ഈ കാര്യം തന്നെ കേരള കോൺഗ്രസ് പറയും. അതിന് കോൺഗ്രസ് എങ്ങനെ സമീപിക്കും എന്നത് തന്നെയാണ്. എന്നാൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഒരു മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് സ്ഥാനവും മാത്രമേ നൽകാൻ ഇടയുള്ളൂ എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏറ്റവും ഒടുവിൽ കേരള കോൺഗ്രസിന് അതുകൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. റോഷ്നി, ശരി ലേബി. എന്തായാലും ഏകാംഗ കക്ഷികൾക്ക് ഒരു മന്ത്രിസ്ഥാനം നൽകുമ്പോൾ 7 സീറ്റുള്ള തങ്ങൾക്ക് 2 മന്ത്രിസ്ഥാനം വേണമെന്നുള്ള ഒരു ആവശ്യത്തിൽ ജോസഫ് വിഭാഗം എന്തായാലും ഉറച്ചു നിൽക്കുന്നുണ്ട്. ലേബിയാണ് വിവരങ്ങൾ നൽകിയത്.